ഗൈസ്, ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മളെ കരിയാത്തുംപാറയിലേക്കാണ്. ഞങ്ങൾ ആദ്യം തന്നെ കുന്നമംഗലുള്ള സൽക്കാര ഹോട്ടലിൽ നിന്ന് നല്ല അടിപൊളിയായി ലഞ്ചും കഴിച്ചിട്ടാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. കരിയാത്തുംപാറയിലേക്ക് ഞങ്ങൾ മുംബൈയും പോയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും അതിൻ്റെ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് പോയിട്ട് ട്രിപ്പും കൂടെ അടിക്കാമെന്ന് വിചാരിച്ചു. താമരശ്ശേരി വഴി തലയാട് കൂടിയാണ് നമ്മൾ അവിടേക്ക് പോയത്. നല്ലൊരു റോഡായിരുന്നു. നല്ല പ്രകൃതിയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഒരു ചെറിയ പണി കിട്ടിയത്. കുറച്ചൊരു പ്രോബ്ലം അല്ല. ഇതുവരെ നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ടല്ലേ വന്നോണ്ടിരുന്ന. യെസ്, വീണ്ടും നമ്മള് സ്ട്രെയിറ്റ് റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുന്ന് മല ഫോഗ്. ഓക്കെ നൈനോ, ഫോഗ് ഊട്ടി നോക്ക് നൈനോ, അതാ അവിടെ. നല്ല കുലുങ്ങി മറിഞ്ഞൊക്കെയാണ് ഞങ്ങൾ ഈ റോട്ടിൽ കൂടെ പോയത്. പക്ഷെ നമ്മൾ കുറച്ച് അഡ്വഞ്ചറസ് ആയതുകൊണ്ട് ഈ ട്രിപ്പൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും ഒക്കെ ആയപ്പോൾ ഒരു കിടിലം വൈബായിരുന്നു. ഈ വീഡിയോ ഒന്നും കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. നമുക്ക് ഒരു കാരണവശാലും അവിടേക്ക് കയറാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു മാസമായിട്ട് അത് ക്ലോസ്ഡ് ആയിരുന്നു. കാലാവസ്ഥയും പിന്നെ വെള്ളത്തിൻ്റെ ഒക്കെ ഉയർന്നതിനൊക്കെ കൊണ്ടും അവിടെയൊക്കെ ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. എന്നാലും ഞങ്ങൾ അവിടെ സമയം വേസ്റ്റ് ആക്കിയില്ല. അവിടെ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ നടന്ന് കണ്ടു. കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ ഉപ്പിലിട്ടതും കുലുക്കി സർബത്തും ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ പോകുന്നത്. ഇനി ഒരു സ്പോട്ടുള്ളത് നമ്മൾ നമ്പിക്കുളം വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കവർ ചെയ്യുക, തോണിക്കടവും കൂടെ ടച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടേക്കും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ കയറാൻ പറ്റാതെ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തോണിക്കടവിലേക്ക് പോവാണ്. അവിടെ ചെറിയൊരു പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ കയറി അവിടെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 30 റുപ്പീസാണ് അവിടെ ടിക്കറ്റ് ചാർജ്. നമ്മൾ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ക്ലോസ് ചെയ്യാനുള്ളൊരു ഇതിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം അകത്തേക്ക് കയറി. അങ്ങനെ ആ ടവറും ഒക്കെ കണ്ടു. അതിൻ്റെ മേലെയൊക്കെ കയറി ഒന്ന് റൗണ്ട് അടിച്ചു ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ വ്യൂ പോയിന്റിന്റെ മേലെ നിന്ന് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിന്റെ പ്രത്യേകത എല്ലാം കൂടെ നല്ലൊരു കൂളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഒരു 3 ഫ്ലോറിലാണ് ഈ വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ പാർക്കിങ്ങിലേക്ക് വെച്ച കാറ് വെച്ച സ്ഥലത്തേക്കാണ് പോയത്. അവിടെയും ചെറിയൊരു അരുവിയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സ്പോട്ടായിരുന്നു. അവിടെയും നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഏകദേശം നമുക്ക് തിരിച്ചു പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒരു ജ്യൂസൊക്കെ കഴിച്ചു, ഒരു കുലുക്കി സർബത്തൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ കാറിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പം പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് റിട്ടേൺ പോയി.